നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിയും മിത്രനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീദേവി മിത്രയോട് ചോദിച്ചു, അല്ല ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ട് എന്താ ജ്യൂസ് കുടിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് വേണ്ടാത്തോണ്ടാ. വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ എനിക്കറിയാം മനസ്സിലിപ്പം എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, മിത്ര എന്താണെങ്കിലും ആരിൻ്റെ അടുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മുഖത്തൊരു കള്ളച്ചിരിയോടെ വന്നേ. എന്തോ ഒരു കാര്യമുണ്ട്, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്താന്ന് പറ എന്ന് പറയാണ്. അത് കേട്ട് ഈ മിത്ര പറഞ്ഞു, ഒന്നുമില്ല ദേവിയടുത്തി എന്ന് പറയാ. ഒന്നും ഇല്ലായികൊന്നുമില്ല. ആരിനെന്തേലും പറഞ്ഞോന്ന് ചോദിക്കാം. ഇല്ല എന്ന് പറയാം. പിന്നെയോ? അല്ല അത് പിന്നെ ഞാൻ ആരിനോട് ചോദിച്ചു, ആരിന് എന്താലോചിച്ചോണ്ടാ ഡ്രൈവ് ചെയ്തതെന്ന്. അപ്പൊ ആരിന് എന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്നെ ആലോചിച്ചോണ്ടാന്ന്. കണ്ടില്ലേ? അപ്പൊ അത്രയ്ക്ക് സ്നേഹമുണ്ട് ആന്യം മിത്രയോട്. എന്നിട്ടാണോ ഈ ജ്യൂസ് പോലും കുടിക്കാതെ ഇവിടെ ഇരിക്കുന്നത്? ദേ ആന്യം എഴുന്നേറ്റ് വരുമ്പോഴത്തേനും മിത്ര തളർന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? ഈ ജ്യൂസ് കുടിക്കാൻ പറയാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു നല്ല സ്നേഹത്തിലല്ലേ? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം എന്ത് സന്തോഷം വേണ്ടേ? കണ്ടില്ലേ? അങ്ങനെ കിടക്കുമ്പോഴും ആന്റെ മനസ്സ് മുഴുവനും മിത്രയുണ്ടെന്ന് പറയണം. മിത്രയ്ക്കും സന്തോഷമായി അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന്റെ അടുത്തേക്ക് ധർമ്മം ചെല്ലുവാണ്. പിന്നീട് ആനന്ദിനോട് മെഡിസിനൊക്കെ വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. വാങ്ങി ചെറിയച്ചാന്ന് പറയണം. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ ഞാനിന്ന് പുറത്തു പോയതായിരുന്നു. ആ ദേവിയും മിത്രയും വണ്ടി കയറ്റി വിടാനായിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവരെ വീട്ടിലേക്ക് കയറ്റി വിട്ടെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, അത് നല്ല കാര്യമാണ്. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്ക് ആകപ്പാടെ വിഷമം. വീട്ടിൽ പോവാണെങ്കിൽ പിന്നെ കുറച്ചൊരു സമാധാനം ആവട്ടെ. എന്താണെങ്കിലും മാമൻ ചെയ്തൊരു നല്ല കാര്യമാണെന്ന് പറയണം. അപ്പോഴേക്കും മാമൻ അപ്പത്തേക്കും പറഞ്ഞു, അതെ ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം ബാലൻ വീട്ടിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ബാലന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. ആര്യനെ കാണാൻ ചെന്നപ്പോൾ ആര്യം പറഞ്ഞത്, എടാ ഞാൻ നിന്റെ അച്ഛനാടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ എവിടെയെന്നുള്ള ചോദ്യം. അതൊക്കെ ഓർത്ത് ഇപ്പൊ ബാലിന് സഹിക്കാൻ പറ്റിയില്ല. ബാലന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവ് എന്നിട്ട് ആഹാ ഇത് കൊള്ളാലോ, ഇതെന്തിരിപ്പായിരിക്കണേന്ന് ചോദിക്കുകയാണ്. അച്ഛൻ കഴിക്കാൻ വരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് വിശക്കണില്ല എന്ന് പറയാം. അച്ഛൻ കരയുവാണോന്ന് ചോദിക്കണം. അപ്പോഴേക്കും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ അച്ഛാ, അച്ഛൻ കരയുവാണോന്ന് ചോദിക്കണേ. അങ്ങനൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയണ്ട, കരയുമായിരുന്നു. എന്തിനാ അച്ഛാ കരയണേ? അതിന്റെ കാര്യം ഓർത്തിട്ടാണോ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. നാളെ മിക്കവാറും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരിക്കും. അവൻ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നല്ല ഡോക്ടർ പറഞ്ഞേ. പിന്നെ അച്ഛൻ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കാം. എഴുന്നേറ്റ് വന്നേ, ആഹാരം കഴിക്കാതെ അച്ഛൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്താവാനായിട്ടാ? ശരീരം കളഞ്ഞു കഴിയുമ്പോഴത്തേനും എഴുന്നേറ്റ് വരുമ്പോഴത്തേനും പിന്നെ അച്ഛൻ എഴുന്നേറ്റ് നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. ബാലൻ പറഞ്ഞു, വേണ്ടാന്ന് പറയണ. അന്നൊരു കാര്യം ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നീട് ശ്രീദേവ് പറഞ്ഞു, മീനാക്ഷി നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വരാന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറയണം. അങ്ങനെ ബാലൻ ഡൈനിങ് റൂമിൽ വന്നിരുന്നു. അവിടെ അങ്ങനെ ആഹാരം കഴിക്കാൻ വന്നിരിക്കുവാണ്. ഈ സമയത്ത് ബാലന്റെ മനസ്സിലേക്ക് പിന്നെ ആര്യം കടന്നു വരുവാണ്. എൻ്റെ അമ്മ എവിടെ അച്ഛാ, എൻ്റെ അമ്മ വന്നിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യം. അത് ഓർത്ത് ഇനിയിപ്പം ബാലൻ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. ബാലൻ പെട്ടെന്ന് മുറിയിലേക്ക് ഓടി വരുവാണ്. മുറി വന്നിട്ട് വീണ്ടും ഇരുന്ന് കരയുവാണ്. കാരണം ആഹാരം കഴിക്കാൻ പോയിട്ട് കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ചിന്തിച്ച അവൻ്റെ അമ്മയെക്കുറിച്ചാണ്, അവൻ്റെ അമ്മയെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. പിന്നീട് ബാലൻ അവിടെ പിടിച്ചിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. ബാലൻ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് അലോക് നേരെ നന്ദിതയുടെ രാശ്രിയുടെ അടുത്തേക്ക് എത്തുവാണ്. എന്നിട്ട് നന്ദിതയോട് പറഞ്ഞു, ഇതേ വല്യമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പച്ചിയുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന് പറയണം. അത് കേട്ടോണ്ട് ഇന്ദിരാമ്മ വന്നിട്ട് അതെന്താടാ അലോക നീ അങ്ങനെ പറഞ്ഞേ? ആ ബാലൻ അവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടെന്നേ. ബാലൻ ഇങ്ങോട്ടേക്ക് തന്നെയാ നോക്കിയത്. അപ്പച്ചയുള്ള നോട്ടമാണ്. അപ്പച്ചയെ മിക്കവാറും വിളിച്ചോണ്ട് പോകാനുള്ള പുറപ്പെടാൻ തോന്നുന്നേന്ന് പറയണം. ഇന്ദിരാമ്മ പറഞ്ഞു, എടാ അതിനെന്താ, അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേന്ന് ചോദിക്കണം. അതെ അച്ഛമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലം നമ്മുടെ കൈപ്പിടിയിൽ അങ്ങോട്ട് പോകും. ഇത്രയും കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും എല്ലാം വെറുതെ ആയി പോകുമെന്ന് പറയണം. പിന്നീട് രാജരോട് പറഞ്ഞു, അമ്മ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു കാരണവശാലും അപ്പച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല ദേവമംഗലത്തേക്ക്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടവർക്ക് വെറുതെ ആയി പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ഗോമതി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുറിയിലിരിക്കുകയാണ്. ഗോമതിക്ക് നല്ല സങ്കടം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ബാലൻ എന്ത് ചെയ്യുവാണ്, ബാലന് സിറ്റ് ഔട്ടിൽ നേരെ കൃഷ്ണമംഗലം ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വന്ന കൃഷ്ണമംഗലത്തേക്ക് മുറ്റത്തേക്ക് കയറുന്ന സമയത്ത് ഒരു പെരുത്ത മഴ വരുവാണ്. ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് നനയുവാണ്. അങ്ങനെ നനയണ സമയത്ത് ബാലൻ കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ട് അങ്ങോട്ട് പോവാണ്. ഒരു 10-30 വർഷം
പുറയിലേക്ക് മുമ്പോട്ടല്ല പുറയിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ്. ബാലന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുവാണ്. അന്നത്തെ രാത്രിയിൽ താൻ ഗോമതിയുടെ കൈ പിടിച്ച ആ രാത്രിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുവാണ്. അന്നത്തെ ഇതുപോലെ ഒരു പെരുത്ത മഴയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല താൻ ഇവിടെ വന്നിരുന്നത്. അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? തനിക്ക് തന്റെ ഗോമതിയും നഷ്ടമാവും. നാളെ അവളുടെ വിവാഹമാണ്. ഇന്നത്തോട് കൂടിയിട്ടോ അവളും താനുമുള്ള ബന്ധം തീരാൻ പോവാണ്. തന്റെ ജീവിതത്തിൽ താനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കുടുംബത്തോട് തനിക്ക് ചതി ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ആ പെരുത്ത മഴയത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഗോമതി വന്നിട്ട് ചോദിച്ചു, ബാലേട്ടാ, ബാലേട്ടൻ ഇവിടെ ഇരിക്കുവാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പം ബാലൻ മതി, അതെ, എന്താ ബാലേട്ടാ അത്? ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ വേറൊരുത്തും താലിയാർത്തും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയണം. നമ്മൾ പിരിയാൻ വേണ്ടിയാണോ ബാലേട്ടാ ഇത്രമാത്രം സ്നേഹിച്ചേ? അതുകൊണ്ട് എനിക്ക് ബാലേട്ടനെ വേണം. ബാലേട്ടൻ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലാന്ന് പറയണം. ചേട്ടൻ ബാലൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും ഗോമതി? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ പ്രതാപവർമ്മ സാറിനോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. ആരുമില്ലാത്ത എനിക്ക് അഭയം തന്നെ അദ്ദേഹമാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ ചതിക്കുന്നതിന് തുല്യമല്ലേ ഞാൻ ചെയ്യുന്നേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാലേട്ടാ. എനിക്ക് ബാലേട്ടനെ ഇല്ലാതെ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലേട്ടനെ മാത്രമുള്ളെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു, വേണ്ട ഗോമതി, നീ തലക്കാലത്തേക്ക് കയറിപ്പോ. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയെന്ന് പറയണം. ഇല്ല, ഞാൻ പോകത്തില്ല. ഞാൻ നാളെ ആരുടെ മുന്നിൽ തല കുനിച്ച് കൊടുക്കത്തില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യം പറയണേ. അങ്ങനെയാണെങ്കിൽ ഈ ഗോമതി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന് ആ വിഷക്കുപ്പി എടുത്ത് കാണിക്കുകയാണ്. ബാലേട്ടൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഞാനിത് കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല. നാളെ എൻ്റെ കല്യാണമല്ല നടക്കാൻ പോകുന്നത്, എൻ്റെ ശവോടൊക്കെ നടക്കാൻ പോണേന്ന് പറയാം. ഇത് കേട്ടപ്പം ബാലിന് ഭയങ്കര വിഷമമായിപ്പോയി. ബാലൻ ചോദിച്ചു, എന്തൊക്കെയാ ഗോമതി നീ എന്താ ഈ പറയണേന്ന് ചോദിക്കുകയാണ്. അതെ ബാലേട്ടാ, അതാ സംഭവിക്കാൻ പോകുന്നു പറയണം. പിന്നെ ബാലനൊന്നും നോക്കാനില്ലായിരുന്നു. ബാലൻ പറഞ്ഞു, വേണ്ട, നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നീ എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ഇരുന്നാൽ മതിയെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാ, നമുക്ക് പോകാമെന്ന് പറയണം. ആ സമയത്ത് ഗോമതി പറഞ്ഞു, എവിടെ പോകാനും ഞാൻ തയ്യാറാ. ഈ ലോകത്തിന്റെ ഏതറ്റത്ത് വേണമെങ്കിലും ഞാൻ ബാലേട്ടനോടൊപ്പം വരാം. എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ ഗോമതിയെ ബാലൻ ചേർത്ത് പിടിച്ച് തിരിയുമ്പത്തേനുമാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നത്. ധർമ്മനും തീരെ കുഞ്ഞാണ്. ധർമ്മൻ വന്നിട്ട് പറഞ്ഞു, എന്നെ ഇട്ടിട്ട് പോവാണോ രണ്ടുപേരും കൂടെ? അതിനുവേണ്ടിയാണോ ചേച്ചി എന്നെ ഇത്ര സ്നേഹിച്ചത്? ചേച്ചി എങ്ങോട്ടേക്ക് പോയാലും ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഭാഗം കൈ പിടിച്ചോണ്ട് ആ പെരുത്ത മഴ നനഞ്ഞ് അവിടെ വന്ന് നിൽക്കുവാണ്. എന്നെയും കൂടെ കൊണ്ടുപോയിച്ചി, എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവരുത്, എന്നെ ഇട്ടിട്ട് പോവരുത്, എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധർമ്മം നിന്ന് കരയുവാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, വാ, ഞങ്ങളോട് നീയും പോരാൻ പറയണം. അങ്ങനെ ബാലന് ധർമ്മനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ധർമ്മനെയും ഗോമതിയും കൂട്ടിക്കൊണ്ട്. അപ്പൊ ആ ഒരു ചിന്ത അതൊക്കെ ബാലന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായി വേണം. ആ മഴയത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും താൻ അന്ന് ഇറങ്ങിയതാണ് ഈ വീടിന്റെ മുറ്റത്തുനിന്ന്. പിന്നെ ഇന്നാണ് ഈ വീടിന്റെ മുറ്റത്തേക്ക് കയറുന്നതന്നെ. എത്രയോ വർഷങ്ങളായി ഈ വീടിന്റെ മുറ്റത്ത് കാല് കുത്തിയിട്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഭയങ്കര സങ്കടമായി. പിന്നീട് ബാലൻ എന്ത് ചെയ്യണം, അവിടെ നിന്നിട്ട് വിളിക്കുകയാണ്, ഗോമതിന്ന് വിളിക്കുകയാണ്. ഈ വിളിയച്ച ഗോമതി കിട്ടു. തന്റെ ബാലേട്ടനല്ലേ വിളിച്ചേ എന്നോർത്തോണ്ട് പെട്ടെന്ന് ഗോമതി താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പോഴേക്കും പിന്നീട് ബാലൻ വീണ്ടും വിളിക്കുവാണ്. അതെ, തന്റെ ബാലേട്ടൻ തന്നെയാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ ബാലേട്ടൻ തന്നെ വിളിക്കാൻ വന്നിരിക്കുക. ഓടിച്ചെന്നാലോ? പാവം. പക്ഷെങ്കിൽ വേണ്ട, എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. താൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അനുശ്രീയുടെ ജീവിതം അലോകം നശിപ്പിക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ടെൻഷൻ. വീണ്ടും ബാലൻ അവിടെ നിന്ന് വിളിക്കുവാണ്. അപ്പോഴേക്കുമാണ് അച്യുതനും അലോകവും അനന്തനും ഒക്കെ ഓടി ഇറങ്ങി വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, അവനാ വന്ന് വിളിക്കണേന്നൊക്കെ അച്യുതൻ പറയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഗോമതി, നീ അകത്തേക്ക് കയറി പോകാൻ പറയണം. ഗോമതി അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നന്ദിയിലെ രാജശ്രീയും വന്നു. രാജശ്രീയോട് പറഞ്ഞു, ഗോമതി അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകും, ഒരു കാരണവശാലും പുറത്തേക്ക് വിട്ടേക്കരുതെന്ന് പറയണം. പിന്നീട് അവരെന്ത് ചെയ്യണം, കഥവ് തുറന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ഗോമതി ഇറങ്ങി വാ. ഗോമതി, ഈ ബാലനോട് ക്ഷമിക്ക്, ഞാൻ അറിയാതെ ചെയ്തു പോയതാ എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയണം. അപ്പോഴേക്കും ഗോമതിക്ക് വിഷമം. ദൈവമേ, തന്റെ മുന്നിൽ തന്നെ ബാലേട്ട ക്ഷമ ചോദിക്കുന്നോ? സഹിക്കാൻ പറ്റുന്നില്ലോ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, എന്തായിരിക്കും സംഭവിക്കുന്നത്? തന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു ചിന്തയൊക്കെ ഗോമതിയുടെ മനസ്സിനെ അലട്ടുവാണ്. ആ സമയത്ത് ബാലന്റെ ഒച്ചയും ബഹളവും കിട്ടിഞ്ഞപ്പത്തേനും ദേവമംഗലത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് മീനാക്ഷി മിത്രയ്ക്ക് ഓടി വരുവാണ്. എന്താ അങ്കിളേത്? അങ്കിൾ എന്താ ഇങ്ങോട്ട് വരാനൊക്കെ പറയണ? വെറുതെ വഴക്കുണ്ടാക്കാൻ പോകണ്ട, ഇങ്ങോട്ട് വരാൻ പറയണ. ആ സമയത്ത് അച്യുതനും അലോകും അനന്തനും കൂടെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ബാലൻ പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗോമതിയെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നിങ്ങൾ ഗോമതി തടയിൽ വെച്ചിരിക്കുക. എൻ്റെ ഗോമതിയും കൂടെ ഇറക്കി വിടാൻ പറയണം.
ഈ സമയത്ത് അകത്ത് ഗോമതി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുകയാണ്. ഗോമതിക്കാണെങ്കിൽ കണ്ണു നിറഞ്ഞൊഴുകി. കാരണം തൻ്റെ ബാലേട്ടനാണ് എല്ലാവരുടെ മുന്നിൽ വീണ് വന്ന് താണ് വീണ് അപേക്ഷിക്കുന്നത്. പക്ഷെങ്കിൽ താൻ ഇറങ്ങിച്ചെല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് അറിയത്തില്ലാതെ ഗോമതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയം രാജശ്രീ പറഞ്ഞു, ഗോമതി അകത്തേക്ക് കയറി പോകാൻ പറയണേ. അപ്പോഴേക്കും നന്ദിത് പറഞ്ഞു, നീ എന്തിനാ രാജശ്രീ ഇങ്ങനെ പറയണേ? ഗോമതി അല്ലേ തീരുമാനം എടുക്കണ്ടേ? ഗോമതി തീരുമാനം എടുക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.